ഇടത്തൊക്കെ ചായക്ക് കടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇവിടെ ബ്രെഡ് മേടിച്ചതിരിപ്പുണ്ടായിരുന്നത്. അപ്പോൾ ആ ബ്രെഡ് ഞാനെടുത്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഒരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് നന്നായിട്ട് മെൽറ്റാണ്. പഞ്ചസാരയാണല്ലോ, പഞ്ചസാര അല്ലെങ്കിൽ പൊടി ഇടേണ്ടിയിരുന്നു, ഞാൻ പൊടി ഇട്ടില്ല, പഞ്ചസാര അങ്ങനെ ഇട്ടതുകൊണ്ട് നന്നായിട്ട് മെൽറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് പാല് നമുക്ക് ആവശ്യത്തിന്, ബ്രെഡിന് ആവശ്യമായിട്ടുള്ള ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചത്. ആ പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ബ്രെഡും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടി ഇളക്കിക്കുട്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ പാനിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും പറ്റി കൊടുക്കുക, ഒന്നെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. എന്നിട്ടത് ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞ് മറിച്ചിടുക. മറിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് ടൊമാറ്റോ സോസും തേച്ച് കൊടുത്ത് പിന്നെ ചീസ് വെച്ച് കൊടുക്കുക. ചീസും കുറച്ച് പച്ചക്കറി വേറെ ഒന്നുമില്ല, ക്യാപ്സിക്കം വെച്ച് കൊടുത്ത് സവാളയും തക്കാളിയാണ് ഞാൻ വെച്ച് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് വീണ്ടും ചീസ് വെച്ച് കൊടുക്കാം. നമുക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി അടച്ച് വെച്ചൊന്ന് ആവിയേറ്റി കഴിഞ്ഞ് നമുക്ക് വേറെ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് പകർത്തിയെടുക്കാം. അപ്പം ഞാൻ ഇടയ്ക്ക് ഇവിടെ ഇതേപോലെ ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്ക് ഉണ്ടാക്കണതൊക്കെ ഫ്ലോപ്പായി പോകാറ പതിവ്. പ്രാവശ്യം ഉണ്ടാക്കിയത് നല്ലതാണെന്ന് തോന്നുന്നു. പിള്ളേർ മുറിച്ച് പിള്ളേർ കഴിച്ചിട്ട് പറഞ്ഞ പിള്ളേർ നന്നായിട്ടുണ്ട്, ഇതാ മറ്റേ ഒറിഗാനോ ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് നമ്മൾ ഈ പിസ്സൊക്കെ കൂടുതൽ നമ്മൾ ഇടുന്ന ഒറിഗാനോ അല്ല, ഇത് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിസ്സയുടെ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്